ചേട്ടാ, 2024 വയനാട് ചുണ്ടേലിൽ നടന്ന ഒരു അപകടം. ഒരു ധാർ ജീപ്പ് വന്ന് ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ച് ആ ഓട്ടോയിലുണ്ടായിരുന്ന ഡ്രൈവർ തൽക്ഷണം മരണപ്പെട്ടു. അതൊരു സ്വാഭാവിക മരണമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നീട് ഇതൊരു കൊലപാതകമാണെന്ന് തെളിയുകയുണ്ടായി. ഈ കൊലപാതകത്തിൽ സഹോദരങ്ങളായ രണ്ടുപേരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തിരുന്നു. എന്താണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? സഹോദരങ്ങളായ അജിൽ ഷാദ്, സുമിൽ ഷാദ്, ഇവർ രണ്ടുപേരുമാണ് ഈ കേസിലെ പ്രതികൾ. കൂടുതൽ പ്രതികളിലേക്ക് പോലീസ് പോയിട്ടുണ്ടോ എന്നറിയില്ല. കാരണം ഇവരുടെ പിതാവായിട്ടുള്ള സുൽഫിക്കറിന്റെ പേരും ഈ ഒരു കേസിൽ ആദ്യം തൊട്ടേ പറഞ്ഞു കേൾക്കുന്നതാണ്. ഇവർ വയനാട് ചുണ്ടേലിൽ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ട്. മജ്ലിസ് എന്നാണ് അതിൻ്റെ പേര്. ഇവർ യഥാർത്ഥത്തിൽ നിലമ്പൂർ സ്വദേശികളാണ്. ഇവർ വയനാട്ടിലേക്ക് വന്ന് ഗാന്ധിഗ്രാമം റോഡ്, അതായത് വയനാട് കോഴിക്കോട് പാതയിലുള്ള ഈ ചുണ്ടേൽ ടൗണിൽ മജ്ലിസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് നടത്തി വരികയാണ്. ഇവരുടെ സ്ഥാപനത്തിന് തൊട്ട് സമീപത്തായിട്ടാണ്, മുൻവശത്തായിട്ടാണ് VP സ്റ്റോഴ്സ് എന്ന പേരിൽ നവാസ് എന്ന് പറയുന്ന ഈ മരണപ്പെട്ട വ്യക്തിയുടെ ഭാര്യയുടെ പേരിലുള്ള ഒരു സ്ഥാപനം നടക്കുന്നത്. അതൊരു പലചരക്ക് കടയാണ്, ചെറിയ ഒരു കടയാണ്. ഈ കടയുടെ സമീപത്തുള്ള ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ടുള്ള തർക്കം, ഈ ഹോട്ടലിന് മുൻപിൽ നവാസ് ഇടപെട്ട് ഒരു ആഭിചാര കർമ്മം, ഈ സംഭവം നടക്കുന്ന 2024 ജനുവരി 2 ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ ഹോട്ടലിന് മുൻപിൽ ഒരു കോഴിത്തല കൂടോത്രം പ്രത്യക്ഷപ്പെട്ടു. ഈ കൂടോത്രവുമായി ബന്ധപ്പെട്ട് ഈ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഇവർക്ക് ഈ നവാസാണ് ഈ കൃത്യം ചെയ്തതെന്ന് ബോധ്യപ്പെട്ടു എന്നല്ല, സംശയമാണ്. ഈ സംശയത്തിൻ്റെ പുറത്തൊരു കഠിനമായ വൈരാഗ്യം ഇയാളുടെ മേലേക്ക് ഉണ്ടാകുകയും ഇയാളെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇത് മാറുകയും അങ്ങനെയാണ് ഈ സഹോദരങ്ങൾ ആസൂത്രണം ചെയ്ത് ഈ നവാസിനെ വകവരുത്താൻ വേണ്ടി തീരുമാനിക്കുകയും ഈ ഒരു കൃത്യം നടപ്പാക്കിയത് എന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ട്. അതായത് 2024 ജനുവരി 2 ഈ ദിവസമാണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത്. നമ്മുടെ വയനാട് മേപ്പാടി ഫാക്ടറി റോഡ്, ഈ റോഡെന്ന് പറയുന്നത് ഒരു വശത്ത് ഒരു പൂഴിത്തിട്ടയാണ്, മണൽത്തിട്ടയാണ്, വളരെ ഉയരത്തിലാണ്, ഒരു 2 ആൾ പൊക്കത്തിൽ നിൽക്കുന്ന തിട്ടയാണ്. ഇതിന് എതിർവശത്ത് കവുങ്ങിൻ തോട്ടമാണ്. കവുങ്ങിൻ തോട്ടത്തിൻ്റെ നടുവിലൂടെയാണ് ഈ പാത, ഫാക്ടറി റോഡാണ്, തേയില എസ്റ്റേറ്റാണ്. അങ്ങനെ ഈ എസ്റ്റേറ്റിലൂടെ കടന്നു പോകുന്ന ഈ പാത നേർരേഖയിലൂടെയാണ്. ഈ ഒരു പാതയിൽ ഒരു അപകടം സംഭവിക്കാനുള്ള യാതൊരു കാരണവുമില്ല. കാരണം ഒരു വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് വന്നിടിക്കുക അല്ലാതെ നേരെ പോകുന്നൊരു വാഹനം, 2 വാഹനങ്ങൾക്ക് കൃത്യമായി കടന്നു പോകാനുള്ള സ്പേസ് ആ ഒരു റോഡിലുണ്ട്. അങ്ങനെ ഒരു എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനം ഒരിക്കലും മറ്റൊരു വാഹനത്തിൽ ഇടിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെയില്ല. ആ റോഡിലാണ് 2024 ജനുവരി 2 ഒരു ഓട്ടോറിക്ഷയും എതിരെ വന്ന മഹീന്ദ്ര ഥാർ ജീപ്പും കൂട്ടിയിടിക്കുകയും ഈ ഓട്ടോയിലുണ്ടായിരുന്ന ഡ്രൈവറായിട്ടുള്ള നവാസ് തൽക്ഷണം മരണപ്പെടുകയും ചെയ്തു. ആ ഒരു സമയത്ത് തന്നെ നാട്ടുകാർ അതൊരു അപകടമല്ല എന്ന് തറപ്പിച്ച് പറഞ്ഞിരുന്നു. അതിന് കാരണം പലതാണ്. ഈ വാഹനം ഓടിച്ചിരുന്ന സുമിൽ ഷാദ് ഈ അപകടം ഉണ്ടായതിനു ശേഷം ഈ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഈ ഓട്ടോറിക്ഷയും ജീപ്പും ഇയാളുടെ ഫ്രെയിമിലാക്കി ഒരു സെൽഫി എടുക്കുകയും ഇതാർക്കോ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഒരാൾ തൻ്റെ വാഹനം തട്ടി മരണപ്പെട്ട് കിടക്കുകയാണെന്നൊരു ബോധ്യമില്ലാതെ, ഒരു സങ്കടവുമില്ലാതെ ഇയാൾക്കും പരിക്കുണ്ട്. ഇതൊന്നും ഇയാളുടെ കണക്കിലെടുക്കാതെ ഇയാൾ ഈ പ്രവൃത്തി ചെയ്യുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതോടെ തന്നെ ഈ നാട്ടുകാർക്ക് ഇതൊരു അപകടമല്ല, മറിച്ച് ഇതൊരു കൊലപാതകമാണ് എന്നൊരു സംശയത്തിലേക്ക് വന്നിരുന്നു. കൂടാതെ ഇയാൾ ഈ അപകടം ഉണ്ടാക്കുന്നതിന് തൊട്ട് മുൻപ് ഈ സമീപത്തെ ഈ മേപ്പാടി ഈ ഫാക്ടറി റോഡിന് മുൻപുള്ള ഒരു മസ്ജിദിൻ്റെ മുൻപിൽ 1 മണിക്കൂറോളം കാത്തു കിടന്നു. ഈ ജനുവരി 2 രാവിലെ 7:45 അവിടേക്ക് എത്തിയ ഈ വ്യക്തി സുമിൽ ഷാദ് അവിടെ 1 മണിക്കൂറോളം കാത്തു കിടക്കുന്നു. ഈ കാത്തു കിടക്കുന്ന സുമിൽ ഷാദ് ഈ കാത്തു കിടക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ചുണ്ടൽ ടൗണിൽ നിന്ന് നവാസ് ഈ റോഡിലേക്ക് എത്തണം. അതായിരുന്നു അയാളുടെ ലക്ഷ്യം. ഈ വിവരം ഇയാൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സഹോദരനായ അജിൽ ഷാദ് ഈ ചുണ്ടൽ ടൗണിൽ ഈ നവാസിൻ്റെ നീക്കങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അങ്ങനെ 8:20 അന്നേ ദിവസം 8:20 അജിൻ ഷാദിൻ്റെ കോള് ഈ സുമിൽ ഷാദിനെ തേടിയെത്തി. ഇന്നപോലെ നവാസ് എന്ന് പറയുന്ന ഈ ഓട്ടോക്കാരൻ ഈ റോഡിലേക്ക് വരുന്നുണ്ട് എന്ന് വിളിച്ചറിയിക്കുന്നതനുസരിച്ചാണ് ഈ സുമിൽ ഷാദ് വാഹനമെടുത്ത് നേരെ ഈ പാതയിലേക്ക് കയറുന്നു. നേരെ കൊണ്ടു ചെന്ന് ഈ താർ ജീപ്പ് നേർരേഖയിൽ പോവുകയായിരുന്നു ഓട്ടോയുടെ സമീപത്തെത്തിക്കുമ്പോൾ വെട്ടിച്ച് ഓട്ടോയുടെ മധ്യഭാഗത്തേക്ക് ഇടിക്കുമ്പോൾ തന്നെ വളരെ ദാരുണമായിട്ടുള്ള അതിവേഗതയിലാണ് ഈ താർ വാഹനം കടന്നു വരുന്നത്. താർ വാഹനവും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഈ ഓട്ടോയുടെ മധ്യഭാഗത്ത് കേടുപാടുണ്ടാകുന്നു. ഡ്രൈവർ തൽക്ഷണം പരിക്കേൽക്കുന്നു. അധികം വൈകാതെ തന്നെ അദ്ദേഹം മരണപ്പെടുന്നുമുണ്ട്. ഇതിന് പിന്നിലെ കാരണമാണ് നമ്മൾ പറഞ്ഞത്, ഈ കോഴിത്തലയിൽ ഒരു ആഭിചാരം ഇയാൾ ചെയ്തു എന്ന സംശയം. ഇത് പല കാരണങ്ങളാണ് പറയുന്നത്. ഇയാളുടെ ഹോട്ടലിന് മുന്നിലുണ്ടായ 2 സ്ഥാപനം നടത്തുന്നവർ തമ്മിലുള്ള പ്രശ്നം എന്നതിനപ്പുറം ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ച്, മജ്ലിസ് എന്ന ഹോട്ടൽ കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ട് ലഹരിമരുന്ന് വിൽപ്പന ഉണ്ടായിരുന്നു. ഈ ലഹരിമരുന്ന് വിൽപ്പനയിലെ കണ്ണികളായിരുന്നു ഈ സഹോദരങ്ങളായ അജിൻ ഷാദും ഈ സുമിൽ ഷാദും. ഈ നവാസ് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഇയാളുടെ മരണത്തിലേക്ക് കാരണമായതെന്ന് ഈ നാട്ടുകാരിൽ പലരും ആരോപിക്കുന്നുണ്ട്. ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. അതിൽ പലരും പറയുന്നുണ്ട് ഈ ലഹരി വിൽപ്പന ഈ നവാസ് ചോദ്യം ചെയ്തു, അതിനെ തുടർന്ന്
താൻ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിച്ചാൽ തന്നെ വകവരുത്തും എന്ന രീതിയിലൊക്കെ ഇവർ സംസാരിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിലൊക്കെ കൂടുതൽ അന്വേഷണം കാര്യക്ഷമമായിട്ട് നടക്കേണ്ടിയിരിക്കും. എന്തായാലും ഈ സംഭവം നടന്നതിന് ശേഷമാണ് പോലീസ് അന്വേഷണം കാര്യക്ഷമമായി ഏതാനും മണിക്കൂറുകൾ, ഏകദേശം 18 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതൊരു വാഹനാപകടമല്ല, മറിച്ചൊരു കൊലപാതകമാണ് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ഈ പ്രതികളുടെ അറസ്റ്റിലേക്ക് നയിക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിൽ തന്നെ മുൻപ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഒരു വാഹനാപകടം നടക്കുക, അതിനപ്പുറം ഈ വാഹനാപകടമല്ല, അത് മറിച്ചൊരു കൊലപാതകമാണ്. കാരണം നമ്മുടെ കണിച്ചുകുളങ്ങര കൊലപാതകം ഏതാനും പേരുടെ ജീവൻ നഷ്ടമായൊരു അപകടമാണ്. അതിനുശേഷം സമാനമായ രീതി ആവർത്തിച്ചുകൊണ്ട് നമ്മുടെ 2018 തോന്നുന്നു ഒറ്റമശ്ശേരി, ആലപ്പുഴ ജില്ലയിലെ ഒറ്റമശ്ശേരിയിൽ തന്നെ 2 യുവാക്കളെ ഒരു ടാറ്റ SC ലോറി കൊണ്ടുവന്ന് ഇടിപ്പിച്ച് 2 പേരെ കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ അന്നേ കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ നമ്മുടെ റോഡിൽ ആർക്കും ആരെയും അപായപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ട്. അത് പ്രത്യേകിച്ച് ആസൂത്രണമൊന്നും ഇല്ലാതെ തന്നെ ഒരാളെ അപകടപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈ റോഡിലേക്ക് ഒരു വാഹനവുമായി കയറി വരുമ്പോൾ, ഒരു വലിയ വാഹനമാണെങ്കിൽ ഒരു ചെറിയ വാഹനം ഓടിക്കുന്ന ഒരാളോടൊരു പകയോ വ്യക്തിവിരോധമോ ഉണ്ടെങ്കിൽ തീർച്ചയായും അയാളെ നിഷ്പ്രയാസം അപകടത്തിൽപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒറ്റമശ്ശേരി കൊലപാതകത്തിലും കോടതി ഇത് നിരീക്ഷിച്ചുകൊണ്ട് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധമായിട്ട് ഈ വാഹനത്തെ കണക്കാക്കുകയും ഈ പ്രതികൾക്ക് ജീവപര്യന്തം കൊടുക്കുകയുമാണ് ചെയ്തത്. ഇതൊരു സാധാരണ വാഹനാപകടത്തെ ഒരു കൊലപാതകം എന്ന രീതിയിൽ പോലീസ് ഫ്രെയിം ചെയ്തൊരു കേസാണെന്നൊക്കെയായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദങ്ങളെന്ന്. എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഈ വാഹനം ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ ഈ ഒരു സംഭവത്തിൽ പ്രതികൾക്ക് അനുകൂലമായിട്ട് കോടതി വിധി വന്നാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമെന്നൊക്കെ അന്ന് കോടതി നിരീക്ഷണം ഉണ്ടായതാണ്. എന്തായാലും അത്തരത്തിലൊരു ദാരുണമായ സംഭവമാണ് 2024 ജനുവരി 2-ാം തീയതി വയനാട് ജില്ലയിലെ ചുണ്ടേലിൽ സംഭവിച്ചത്. എന്തായാലും നവാസ് നാട്ടുകാർക്കൊക്കെ പ്രിയങ്കരനായ ഒരു മനുഷ്യനായിരുന്നു. നാട്ടിലൊക്കെ ജനകീയമായ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വേർപാട് കുടുംബാംഗങ്ങൾ മാത്രമല്ല, വളരെ വ്യാപകമായ രീതിയിൽ ഒരു ജനകീയ പ്രശ്നമായിട്ട് അത് മാറുകയും പിന്നീട് പോലീസിനെതിരെ പോലും ഈ സംഭവത്തിൽ ഇവരുടെ പിതാവായ സുൽഫിക്കറിൻ്റെ പങ്ക് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ അടക്കം രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇത് കൽപ്പറ്റ DYSP ബിജുകുമാറാണ് ഈ കേസ് അന്വേഷിച്ചത്. വൈത്തിരി CA ആയിട്ടുള്ള വിശ്വംഭരൻ്റെ നേതൃത്വത്തിലാണ് ഈ കേസ് അന്വേഷണം നടന്നത്. എന്തായാലും ഇവർ ഈ കേസുമായി ബന്ധപ്പെട്ട ഇവരെ അറസ്റ്റിലാകുന്നു. പിന്നീട് ഈ വാഹനമടക്കം വിട്ടുകൊടുത്തു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇദ്ദേഹത്തിന് നീതി കിട്ടുമോ എന്ന സംശയവും നാട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം ഒരു വാഹനാപകടത്തിനിടയാക്കി ഒരു മനുഷ്യൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ചൊരു വാഹനം ഒരിക്കലും പോലീസ് പെട്ടെന്ന് വിട്ടുകൊടുക്കില്ല. പക്ഷേ ഇത്തരത്തിൽ ഈ താർ ജീപ്പ് ഇപ്പോഴും അവിടെ ഇവർക്ക് ഈ പ്രതികളുടെ കുടുംബത്തിനെ വിട്ടുകൊടുത്തു, അതിപ്പോഴും ഓടിക്കുന്നുണ്ട് എന്നൊക്കെ നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ ചുണ്ടേലിലെ VP സ്റ്റോഴ്സ് ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. ഇതിന് എതിർവശത്തുള്ള മജിൽസ് ഹോട്ടലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റെന്തോ പേരിലാണ് ആ ഹോട്ടൽ അറിയപ്പെടുന്നത്. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ്. ഒരു ആഭിചാര കർമ്മം ചെയ്തു എന്ന ആരോപണത്തിൻ്റെ പേരിൽ ഒരു സാധു മനുഷ്യനെ വാഹനമിടിപ്പിച്ചൊരു 2 മക്കളുടെ പിതാവാണ്. അപ്പോൾ ഇയാളെ കൊലപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് 2 സഹോദരങ്ങൾ കടന്നു എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമായ സംഭവമാണ്.